എത്രയോ കാലത്തെ ശ്രമങ്ങൾക്കു ശേഷം എനിക്ക് ആനന്ദിൻ്റെ ഓഫീസിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. കുട്ടികൾക്ക് സ്കൂളിലും ഞങ്ങൾക്ക് ഓഫീസിലും പോകാൻ സൗകര്യത്തിന് ഒരു വീട് അന്വേഷിക്കുന്നതായി പിന്നത്തെ കാര്യം. കിട്ടിയതോ ആവശ്യത്തിനും 4 ഇരട്ടി വലുപ്പത്തിലൊരു വീട്. ഏതോ അമേരിക്കക്കാരുടേതാണ്. താങ്ങാൻ പറ്റാത്ത വാടകയും ഇല്ല. ഒന്നും നോക്കാതെ അങ്ങോട്ട് മാറി. നാട്ടിൽ ഇത്രയും കാലം അമ്മയുടെ കൂടെ ആയിരുന്നതുകൊണ്ട് ഒരു ടെൻഷനും അറിഞ്ഞിരുന്നില്ല. ഇതിപ്പോൾ രാവിലെ എണീറ്റ് ജോലിയെല്ലാം തീർത്ത് കയ്യിൽ കിട്ടിയ ചുരിദാറും ഇട്ട് ഓടി പുറത്തെത്തുമ്പോഴേക്കും ഓഫീസിൽ പോകാൻ വൈകിയതിന് ആനന്ദ് ശകാരം തുടങ്ങിയിട്ടുണ്ടാകും. തിരിച്ചു വന്നാലും തിരക്കോട് തിരക്ക് തന്നെ. വീട് ഒരാഴ്ചക്കുള്ളിൽ ആൾക്കാരെ കയറ്റാൻ കഴിയാത്ത വിധം അലങ്കോലപ്പെട്ടു. ഒരു വേലക്കാരി കൂടിയേ തീരൂ എന്നായപ്പോൾ അന്വേഷിച്ചു കണ്ടുപിടിക്കാനുള്ള ബാധ്യത ഓഫീസിലെ ആയമ്മയെ ഏൽപ്പിച്ചു. 2-3 ദിവസം കഴിഞ്ഞു. ഒരു ഞായറാഴ്ച വേലക്കാരി റെഡിയായിട്ടുണ്ടെന്ന് അവർ അറിയിച്ചു. ഫോൺ വെച്ച് അധിക നേരമാവും മുൻപേ 2 പേരും എത്തി. കൂടെ വന്ന പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ട് ഞങ്ങൾ കുടുംബസമേതം വായും പൊളിച്ചിരുന്നു പോയി. വെളുത്തു മെലിഞ്ഞ മാൻമിഴികളും ചെൺചുണ്ടുകളും ചുരുൾ മുടിയുമൊക്കെയായി 10-26 വയസ്സുള്ള ഒരു സുന്ദരി. വന്നപാടെ എൻ്റെ കാലിൽ വീണ് കരഞ്ഞു തുടങ്ങി. കാശുള്ള ഒരു അമ്മയുടെ വീട്ടിലായിരുന്നു അത്രേ ഇത്രയും നാൾ ജോലി ചെയ്തത്. അവർ മരിച്ചപ്പോൾ മക്കൾ വീട് വിൽക്കാനുള്ള ഒരുക്കമായി. ആരോരുമില്ലാത്ത അവൾ തെരുവിലുമായി. ഇതാണ് അവളുടെ കഥ. ഇപ്പോൾ അവൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഒരിടം വേണം. ശമ്പളം ഒരു പ്രശ്നമല്ല. ഇതുപോലുള്ള രൂപഭാവമുള്ളതിനെയൊന്നും ഇവിടെ വെക്കേണ്ട. ആനന്ദ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അത് ഊഹിച്ചാവും. അവൾ ഓടി വന്ന് പൊട്ടിക്കരഞ്ഞ ആനന്ദിൻ്റെ കാലിലേക്ക് ഒരു വീഴ്ച. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ അവളെ വേലക്കാരിയായി പ്രഖ്യാപിച്ചു. അവൾ ചെയ്യുന്ന പണികളൊക്കെ ഗംഭീരം തന്നെ. എനിക്ക് വീട്ടിൽ ഒരു ജോലിയുമില്ല. ഒരുങ്ങിക്കെട്ടി ഓഫീസിൽ പോകണം വരണം. കുട്ടികളാണെങ്കിൽ പഠിപ്പും കളിയുമെല്ലാം അവളുടെ കൂടെയാക്കി. ആനന്ദിന് അവളോട് ആദ്യമുണ്ടായിരുന്ന എതിർപ്പൊക്കെ മാറി. അവൾ വന്ന് 3-4 മാസമായി കാണും. ഒരു ദിവസം രാവിലെ ഒരു ഛർദിയും തലകറക്കവുമൊക്കെ. ഡോക്ടറുടെ അടുത്ത് പോകാൻ നിർബന്ധിച്ചിട്ടും അവൾ വന്നില്ല. ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാമെന്ന്. പിന്നീടുള്ള ദിവസങ്ങളിലും അത് ആവർത്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തീ ആളി തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായി ഞാൻ ആനന്ദിനെ സംശയിച്ചു. വിവരങ്ങൾ പറഞ്ഞപ്പോൾ അവളെ എത്രയും വേഗം പറഞ്ഞു വിട്ടേക്കാനാണ് അയാൾ പറഞ്ഞത്. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ പരസ്പരം ഇടപഴകുന്നത് വീക്ഷിക്കുന്നതായി എൻ്റെ പ്രധാന ജോലി. സംശയിക്കത്തക്കതായി ഞാനൊന്നും കണ്ടില്ല. 16 വയസ്സുള്ള മകൻ്റെ പിറകെയായി പിന്നീടുള്ള എൻ്റെ നടത്തം. അവനോട് പറയാൻ പറ്റുന്ന ഭാഷയിൽ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയിച്ചപ്പോൾ അതിനെ ആ ചേച്ചി കല്യാണം കഴിച്ചോ എന്ന് നിഷ്കളങ്കമായി അവൻ തിരിച്ചു ചോദിച്ചു. അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന മട്ടിലാണ് ഉത്തരം. ഇതെന്തു മറിമായം? യേശുദേവൻ്റെ തിരുപ്പിറവി പോലെ വല്ലതുമാണോ? 5-6 മാസമായപ്പോൾ വയർ ചെറുതായി പുറത്തേക്ക് കാണാൻ തുടങ്ങി. ഒരു നാൾ മെഡിക്കൽ ഷോപ്പിൽ പോകുന്നത് കണ്ടതല്ലാതെ മറ്റാരുമായും ഇടപഴകുന്നത് ഞാൻ കണ്ടേയില്ല. എന്തിൻ്റെ മരുന്നാണോ എന്തോ. എന്തായാലും മരുന്ന് കഴിച്ച് അബോർഷൻ ചെയ്യാനുള്ള സ്റ്റേജൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അവളുടെ വീർത്തുവരുന്ന വയർ ആനന്ദും ശ്രദ്ധിച്ചു കാണും. അവൾക്കെന്താ വയ്യേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെറിയ ചൊടിയോടെ പറഞ്ഞു, ഇക്കാലത്ത് ആർക്കും ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. നീ എന്നെ സംശയിക്കുന്നുണ്ടോ? മറുപടിയായി ഞാൻ ഉണ്ട് എന്ന അർത്ഥത്തിൽ നോക്കുക മാത്രം ചെയ്തു. ഓഹോ, എന്നാൽ അവൾ പ്രസവിച്ച് കുട്ടിയുടെ DNA ടെസ്റ്റ് നടത്തിയിട്ടേ ഇവിടുന്ന് പറഞ്ഞു വിടുന്നുള്ളൂ, അയാൾ വാശിയോടെ പറഞ്ഞു. ആൾക്കാർ തിരിച്ചറിയാതിരിക്കാൻ കുറേ നാളായി ഞാൻ അവളെ പുറത്തേക്കൊന്നും വിട്ടില്ല. ഒരെത്തും പിടിയും കിട്ടാത്ത 2 മാസം കൂടി എൻ്റെ മുന്നിലൂടെ കടന്നുപോയി. ഒരു ദിവസം പെട്ടെന്ന് അവളുടെ കരച്ചിൽ കേട്ട് ഞങ്ങൾ ഓടിയെത്തി. പ്രസവ വേദന തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വിളിച്ചു. അവൾക്ക് പോകണ്ട. പിന്നെ നീ ഇവിടെ കിടന്നാണോ പ്രസവിക്കാൻ പോകുന്നത്? വെറുതെ ഞങ്ങൾക്ക് പണിയാക്കല്ലേ? ആനന്ദ് അലറിക്കൊണ്ട് അവളുടെ തോളിൽ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് വിലക്കിക്കൊണ്ട് ഞാൻ അവളെ കാറിനടുത്തെത്തിക്കാൻ സഹായിച്ചു. പരിശോധിച്ച ഉടൻ ഡോക്ടർ അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. പിന്നെ കുറച്ച് സമയത്തേക്ക് അവിടെ ഒരു ബഹളമായിരുന്നു. നഴ്സുമാരും ഡോക്ടർമാരും തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ പരവശനായി പുറത്തു വന്നു. സോറി, ഞങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞെട്ടി വിറച്ചുകൊണ്ട് ഞങ്ങൾ തിരക്കി. അപ്പോൾ കുഞ്ഞോ? ആര് പറഞ്ഞു അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന്? ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരുന്ന വലിയൊരു ട്യൂമർ ആയിരുന്നുവത്രേ അവർ നീക്കം ചെയ്തത്.